السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. അറിവ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രോത്സാഹനം നൽകപ്പെട്ട ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. അറിവന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും, മറ്റൊരു ഹദീസിലൂടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും നിർബന്ധ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, വിജ്ഞാനത്തിന്, യഥാർത്ഥ വിജ്ഞാനത്തിന് മാത്രമേ അള്ളാഹുവെക്കുറിച്ചിട്ടുള്ള ഭയം നൽകാൻ സാധിക്കൂ എന്ന് ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു എന്ന് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരുടെ അറിവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഭയപ്പെടുന്നതിൻ്റെ അളവും എന്നർത്ഥം. അതായത് മതവിഷയങ്ങളിൽ തീരെ ജ്ഞാനമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് യാതൊരു രൂപത്തിലുള്ള ഭയപ്പാടും അവരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുറിച്ചും അതുപോലെ തന്നെ മതവിഷയങ്ങളിലുമൊക്കെ എത്രത്തോളം പരിജ്ഞാനം, എത്രത്തോളം ജ്ഞാനമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധ്യമാകും എന്നുള്ളതാണ്. മാത്രമല്ല, അറിവില്ലാതെ കേവലം ആരാധനകളിൽ മുഴുകുന്നതിനേക്കാൾ അറിവുള്ളവനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അൻ അബൂ ഉമാമത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിം അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയണം, ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ളവൻ്റെ മേന്മ നിങ്ങളിൽ ഏറ്റവും താഴെ നിൽക്കുന്നവനേക്കാൾ എനിക്കുള്ള മേന്മ പോലെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, മുകളിൽ അറിവുള്ളവൻ്റെ മേന്മയെക്കുറിച്ച് പറയാണ്, പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള മേന്മ പോലെയാണ് എന്ന്. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ സാധിക്കും. എന്നാൽ പ്രകാശം നൽകുന്നത്, ആ ഒരു സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തെ തട്ടി ആ ചന്ദ്രനിലൂടെ വെട്ടിത്തിളങ്ങി കാണുന്നത്, ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത് അത് ചന്ദ്രനാണ് എന്നുള്ളതാണ്. അതുപോലെ അറിവുള്ള ഒരാൾക്ക് ആബിദിനേക്കാളും വലിയൊരു സ്ഥാനം പഠിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മതവിജ്ഞാനം എന്നുള്ളത് പ്രവാചകന്മാർ വിട്ടേച്ചു പോയിട്ടുള്ള അനന്തര സ്വത്താണ്. വഇന്നമൽ ഉലമാഅ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറ വലാ ദിർഹമ വഇന്നമാ വറസു അൽ ഇൽമ ഫമൻ അഖദഹു ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിശ്ചയം അറിവുള്ള പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്നു. അതായത് പ്രവാചകന്മാർ ദീനാറോ ദിർഹമോ ഒന്നും അനന്തരമായിട്ട് വിട്ടുപോകുന്നില്ല, പകരം അവർ വിട്ടേച്ചു പോകുന്നത് അറിവാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അതെടുക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഓഹരി തന്നെ എടുക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അറിവ് ലഭ്യമാകൂ എന്നർത്ഥം. അതായത് മൻ യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് മതത്തിൽ അവഗാഹമുള്ളവനാക്കി മാറ്റുമെന്നുള്ളത്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സൗഭാഗ്യങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസൂയ
ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ള രണ്ട് രംഗങ്ങളിൽ ആ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല എന്നുള്ള ഒന്നാമതായിട്ട് പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്ത് നൽകുകയും അങ്ങനെ അത് നന്മയിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വിഷയത്തിൽ അവനേക്കാളും കൂടുതലൊക്കെ സ്വത്ത് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രൂപത്തിൽ നന്മയുടെ കാര്യത്തിൽ എനിക്ക് ചെലവഴിക്കാമായിരുന്നല്ലോ എന്നുള്ള അസൂയ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് തത്വജ്ഞാനം അൽ ഹിക്മത്ത് അറിവ് ഒരാൾക്ക് നൽകുകയും അതുപയോഗിച്ച് വിധിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വിഷയത്തിൽ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ള അവനേക്കാളൊക്കെ ഒരു അറിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന രൂപത്തിലുള്ള അവൻ്റെ നശിക്കുവാനുള്ള അസൂയയല്ല, പകരം അവനേക്കാളും കൂടുതൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു അസൂയ ഇസ്ലാം അനുവദിക്കപ്പെട്ടതായിട്ട് മാത്രം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, അറിവ് അന്വേഷിച്ച് രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ഹജ്ജിൻ്റെ പ്രതിഫലം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്, സുബഹി ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ളൊരു ചുരുങ്ങിയ സമയം അൽഹംദുലില്ലാ നമ്മളിവിടെ പഠിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു നിയ്യത്ത് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള നബി ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല من غدا إلى المسجد لا يريد إلا أن يتعلم خيرا أو يعلمه كان له كأجر حاج تاما حجته. പ്രവാചകൻ സ്വല്ലം പഠിപ്പിക്കാൻ ആരെങ്കിലും അറിവ് നേടണമെന്നോ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നോ ഉദ്ദേശത്തിൽ രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത പരിപൂർണമായ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു നമ്മളെ പള്ളികളിൽ നിന്നൊക്കെ ഒരുപാട് പല രൂപത്തിലുള്ള പഠനത്തിനുള്ള സാഹചര്യങ്ങൾ, അറിവ് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഇത്തരം നിയത്തോടു കൂടിയിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല ഖുർആനിലൂടെ തന്നെ അധികരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്നൊരു പ്രാർത്ഥന വഖുൽ റബ്ബി സിദ്നി ഇൽമ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മോടും. ആദ്യം പ്രവാചകനാണെങ്കിൽ അത് കേൾക്കുന്ന സ്വഹാബാക്കളാണെങ്കിൽ തുടർന്ന് ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തണം, വഖുൽ നീ പറയുക റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ സുബഹി നമസ്കാര ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ്, ഒരു വേള ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞവരായിരിക്കും, പ്രാർത്ഥിക്കാത്തവർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, പ്രാർത്ഥിക്കുന്നവർ അത് തുടരുകയും ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വറിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായിട്ടുള്ള ഉപജീവനത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായ കർമ്മവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. റബ്ബി സിദ്നി ഇൽമ, ഖുർആൻ പഠിപ്പിച്ച പോലുള്ള പ്രാർത്ഥനയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായിട്ട് അറിവ് നേടിയെടുക്കുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുത്തഖികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി